ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടെ വരെ എത്തുമ്പോഴാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ അതാ പറഞ്ഞേ കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കാര്യമാണ്. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളിലും നോക്കി നോക്കി അടുത്ത പോസ്റ്റർ എടുക്കുമ്പോൾ ഡയറക്ടറുടെ പേര്, പിന്നീട് പോസ്റ്റർ എടുക്കുമ്പോൾ ഡയറക്ടറുടെ പേര് വരും. ഇതൊരു ഭയങ്കര ദുരൂഹതകളുണ്ട് ഈ സിനിമയ്ക്ക്. ഇത് ഒരറ്റം വരെ പോയപ്പോൾ ചർച്ചയിലേക്ക് വരെ പോകേണ്ട ഒരു സാഹചര്യം ഡയറക്ടർ. അതെന്താണ് അതിൻ്റെ ഉത്തരം? ഇങ്ങനെ ഒരു ടൈറ്റില് ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ച് ഞങ്ങളുടെ ഇപ്പോഴാണ് ഞങ്ങളത് മാർക്കറ്റിംഗിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പടത്തിന് എന്തെങ്കിലും കാരണം ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പം നമുക്കത് മനസ്സിലായി അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അതൊരു മാർക്കറ്റിംഗിന്റെ തന്ത്രമായിട്ട് ഞങ്ങളത് ചെയ്തു. ഒരു ടേബിളിൽ ചർച്ചയ്ക്ക് വരും. അപ്പോൾ ഫ്രീ ആക്കി എടുക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടെ ആഴത്തിലൂടെ ചോദ്യത്തിലേക്ക് പോകാൻ നടത്താം. ഇതൊരു വിഷയങ്ങളായി ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടെ വരെ എത്തുമ്പോഴാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ അതാ പറഞ്ഞേ കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കാര്യമാണ്. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളിലും നോക്കി നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി വേറൊരു മാർക്കറ്റിംഗ് പ്ലാൻ വേണമെന്ന് മനസ്സിലായി. ഇല്ലില്ല. അപ്പൊ എല്ലാം ഇപ്പം നമ്മളിപ്പം ഹൈദരാബാദിലായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ എല്ലാ മനുഷ്യരായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന ടേബിളിൽ നേരിട്ട് ചർച്ചകൾ നടത്തി മസലാവുന്ന നിലയിലേക്ക് പോയി. അപ്പോൾ അതിൽ അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ചർച്ചയ്ക്ക് ടേബിളിൽ പോയി. അപ്പോൾ താങ്കളെന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയൊരു സിനിമയാണ്. അത് നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഡയറക്ടർ ഒരു നിലയിലേക്ക് കാണില്ല, പ്രമോഷൻ കാണില്ല, അദ്ദേഹം കാണില്ല. അതിലാണ് അല്ല അതാ ഞാൻ പറഞ്ഞേ അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ കാര്യം കൊണ്ടിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ പല സിനിമകളിലും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു ഇപ്പൊ നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലെയുള്ളൊരു കാര്യമാണ്. അത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ ഇതെത്തിയെന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് എൻഡ് ഒരു നല്ലൊരു സിനിമ ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയറായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി നമ്മുടെ സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയാൻ ഇല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സെക്ടറാണ്. അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും എന്ന് പറയുമ്പോൾ ജഗദീഷ് ബാലകൃഷ്ണൻ മുതൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ പിന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉള്ളത്. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത്
ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ. കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻ ആകും എന്നുള്ള വിശ്വാസമാണ്.